ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വലിയ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട്, വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, വലിയ വലിയ സ്തോത്രം എതിർപ്പുകൾ നാം നേരിടുന്നവരാണ്. അതും ഈ വലിയ ശോധനകൾ, വലിയ പ്രതിസന്ധികൾ, വലിയ പ്രതികൂലങ്ങൾ ഒരിക്കലും നാം പ്രതീക്ഷിക്കുന്ന സമയത്തല്ല, പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്തും അപ്രതീക്ഷിതമായാണ് ഇങ്ങനത്തെ വലിയ ചില നഷ്ടങ്ങളും കഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. എന്നാൽ അതിൻ്റെയൊക്കെ പിൻപിൽ പ്രൈസ് ദി ലോർഡ്, ആ വലിയ പ്രതിസന്ധി നാം കടക്കുമ്പോഴുണ്ടല്ലോ, വലിയൊരു ശാന്തത, വലിയൊരു സമാധാനം, വലിയ ദൈവപ്രവൃത്തികൾ, വാഗ്ദത്ത നിവർത്തികൾ നമുക്ക് കാണുവാനും അനുഭവിക്കുവാനും ഇടയായിത്തീരും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് നാം നേരിടുന്ന വലിയ പ്രതിസന്ധികൾ, വലിയ പ്രശ്നങ്ങൾ, സ്തോത്രം, ഇതുവരെയും നാം അനുഭവിക്കാത്ത ഒരു വലിയ സമാധാനവും വലിയ സ്വസ്ഥതയും അനുഗ്രഹവും നാം പ്രാപിക്കേണ്ടതിനാകുന്നു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാളുകളിൽ എത്രയോ വലിയ തിരമാലകൾ, വലിയ പ്രതിസന്ധികൾ നമുക്ക് നേരെ കടന്നു വന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ ഈ വർഷത്തിൻ്റെ ആരംഭം കണ്ട് നമുക്ക് ഈ അവസാന മാസം 2-ാം ദിനം കൂടെ കാണുവാൻ ദൈവം സഹായിച്ചുവല്ലോ. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹവും സമാധാനവും ആശ്വാസവും ഓരോ നാൾ അനുഭവിക്കുവാൻ, ഓരോ ദിവസവും അനുഭവിക്കുവാൻ കർത്താവ് കൃപ നൽകുന്നുണ്ടെങ്കിൽ ആ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കാം. അതെ, മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ സ്തോത്രം 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 ഹല്ലേലൂയ 35 മുതൽ 41 വരെയുള്ള വചനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. അവിടെ 2 വലിയ കാര്യങ്ങളെ കാണുവാൻ കഴിയും. ഒന്ന്, വലിയ ചുഴലിക്കാറ്റുണ്ടായി, പ്രൈസ് ദി ലോർഡ്. 2, വലിയ ശാന്തതയുണ്ടായി, പ്രൈസ് ദി ലോർഡ്. 37-ാം വചനത്തിൽ വായിക്കുന്നു, അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. എന്നാൽ 39-ാം വചനത്തിൽ വായിക്കുന്നു, വലിയ ശാന്തത ഉണ്ടായി, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എപ്പോഴാ ചുഴലിക്കാറ്റുണ്ടായത്? അവർ അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞ് അക്കരയ്ക്ക് പോകുമ്പോൾ, അതെ, നാം ഇന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നാം മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോൾ, അതായത് അത് ആത്മീയമാകാം, കുറച്ചുകൂടെ പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ, ഉപവസിക്കുവാൻ, ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ, കൃപകളെ വരങ്ങളെ പ്രാപിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ, അതുപോലെ തന്നെ ശാരീരികമായി കുറച്ച് ആരോഗ്യത്തിൽ മെച്ചപ്പെട്ട് കടന്നു വരുമ്പോൾ, സാമ്പത്തികമായി കുഞ്ഞുങ്ങളുടെ എല്ലാ മേഖലകളിലും നാം അക്കരയ്ക്ക് പോകുക എന്ന് പറഞ്ഞാൽ മുന്നോട്ട് നാം ദൃഷ്ടി വെച്ച് നാം യാത്ര തുടരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നമുക്ക് നേരെ കടന്നു വരുന്നതാണ് വലിയ ചുഴലിക്കാറ്റ്. അത് പെട്ടെന്നുണ്ടായത്. അപ്പോൾ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി. സ്തോത്ര ചുഴലിക്കാറ്റ് ഉണ്ടായപ്പോൾ സംഭവിച്ചത്, പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. അതെ, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ്. ചില വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ ജീവിതമാകുന്ന പടകിൽ തിര കയറുന്നത് പോലെ ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് പ്രശ്നങ്ങൾ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കും. ജീവിതം വഴിമുട്ടിപ്പോകുമോ, മുങ്ങിപ്പോകുമോ, താണുപോകുമോ എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ കടന്നു വരാം. എന്നാൽ അവിടെ യേശു കർത്താവ് ഉണ്ടായിരുന്നു ആ പടകിനകത്ത്. സ്തോത്രം. യേശു കർത്താവിനെ അവർ എഴുന്നേൽപ്പിച്ചു. യേശു കർത്താവ് എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക എന്ന് പറഞ്ഞു, അടങ്ങുക എന്ന് പറഞ്ഞു. അപ്പോൾ വലിയ ശാന്തതയുണ്ടായി. എന്നാൽ വലിയ ശാന്തതയുണ്ടാകുന്നതിന് മുൻപ് കാറ്റ് അമർന്നു. കർത്താവ് കൽപ്പിച്ചപ്പോൾ തന്നെ, കാറ്റിനെ ശാസിച്ചപ്പോൾ കാറ്റ് അമർന്നു, വലിയ ശാന്തത ഉണ്ടായി. അതെ, ഒന്ന് ശാസിക്കുവാൻ അധികാരം ഉപയോഗിക്കുവാൻ നാം തയ്യാറാണോ? സ്തോത്രം. കുറ്റം പറയുന്നത് നിർത്തിയിട്ട്, വിധിക്കുന്നത് നിർത്തിയിട്ട്, സ്തോത്രം, ഇതെന്തുകൊണ്ടാണ് വന്നത്, ഇങ്ങനെയായിരിക്കാം വന്നത്, ഹല്ലേലൂയ, ഈ കുറവ് കൊണ്ടാണ് വന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് വന്നത് എന്ന് പരസ്പരം കുറ്റം ചുമത്തുന്നതും പരസ്പരം പഴി പറയുന്നതും അല്ല എങ്കിൽ പരസ്പരം സ്തോത്രം 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 സംശയിക്കുന്നതും സ്തോത്രം പിറുപിറുക്കുന്നത് നിർത്തിയിട്ട്, സ്തോത്രം, ദൈവം നമുക്ക് തന്ന അധികാരം ഉപയോഗിച്ച് യേശു കർത്താവിടെ ശാസിച്ചതുപോലെ ശാസിക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ നമ്മുടെ ഒരു വാക്കിൽ അത്ഭുതം സംഭവിക്കും. സ്തോത്രം. കാറ്റ് അമർന്നു, സ്തോത്രം, അമർന്നു. എത്ര വലിയ ചുഴലിക്കാറ്റും യേശുവിൻ്റെ വാക്കിനാൽ അമർന്നുവെങ്കിൽ യേശു കർത്താവ് പറഞ്ഞു, സ്തോത്രം, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങളും ചെയ്യും, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും ചെയ്യും. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ കർത്താവ് നമുക്ക് അധികാരം
അധികാരം നൽകിയിരിക്കുന്നു. ദൈവത്തിന് കീഴടങ്ങിക്കൊണ്ട് ഹല്ലേലൂയ ആമേൻ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് നാം അധികാരത്തോടെ പിശാചിനോട് എതിർത്ത് നിൽക്കുമ്പോൾ, പ്രതിസന്ധികളെ ശാസിക്കുമ്പോൾ അത് അമരും. അവിടെ വലിയ ശാന്തത ഉണ്ടായതുപോലെ നമ്മുടെ ജീവിതത്തിലും ആമേൻ ഇതുവരെയും അനുഭവിക്കാത്ത ഒരു ദൈവ സാന്നിധ്യവും ദൈവത്തിൻ്റെ സമാധാനവും സ്വസ്ഥതയും ആശ്വാസവും അനുഗ്രഹവും പ്രാപിപ്പാൻ കർത്താവ് നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. അതേ നാഥാ കർത്താവേ, ജീവിതമാകുന്ന പടകിന് നേരെ തിര തള്ളിക്കയറുന്നത് പോലെ, മുങ്ങുമാറാകുന്നത് പോലെ വലിയ ചുഴലിക്കാറ്റുകളും പ്രശ്നങ്ങളും കടന്നു വന്നാലും അതിന് നടുവിൽ കർത്താവ് നൽകിയ അധികാരം ഉപയോഗിച്ച് ശാസിച്ച് അധികാരത്തോടെ പ്രാർത്ഥിച്ച് കർത്താവേ സ്തോത്രം സ്തോത്രം ചിലതിനെ അമർച്ച ചെയ്ത് കർത്താവെ വലിയ ശാന്തതയും വലിയ ദൈവപ്രവൃത്തികളും വലിയ ദൈവിക സമാധാനവും സന്തോഷവും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ ദൈവം ഞങ്ങളെ ഏവരെയും സഹായിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരെയും അനുഗ്രഹിക്കണം. അങ്ങ് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.